മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ജനവാസ മേഖലയിൽ പടയപ്പയുടെ സ്വൈര്യവിഹാരം തുടരുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപക നാശം വരുത്തുന്ന സ്ഥിതിയുമുണ്ട്. മൂന്നാറിലെ ജനവാസ മേഖലകളിലൂടെ കാട്ടുകൊമ്പൻ പടയപ്പ സ്വൈര്യവിഹാരം നടത്തുന്നത് തുടരുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് കാട്ടാന വീണ്ടും ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപക നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതും സ്ഥിരമാണ്. ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായതോടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടാകുമോ എന്ന ആശങ്കയും ആളുകൾക്കുണ്ട്. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങുന്ന കാട്ടാന ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതും പതിവാണ്. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട്. കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ആനയ്ക്ക് മുമ്പിൽ പെടുമോ എന്ന ആശങ്കയോടെയാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തുവാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.